ഹായ്, ഒരു 3x3 സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 1/dta ഇൻറ്റു അഡ്ജെ അല്ലേ. ഇതിൽ 3x3 മെട്രിക്സ് ആകുന്ന സമയത്ത് ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കാൻ 2-3 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. അഗെയിൻ അഡ്ജയെ കണ്ടുപിടിക്കാൻ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിച്ച് കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ അഡ്ജയെ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു 3x3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു മെട്രിക്സ് എടുത്തു. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 3x3 മെട്രിക്സ് ആണ്. 1 4 0 -1 2 2 0 2. ഓക്കെ, ഇതാണ് എൻ്റെ മെട്രിക്സ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി ഈ മെട്രിക്സിന് അതുപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതാണ്. 1 4 0 -1 2 2 0 2 2. ഓക്കെ, ഇത് ശ്രദ്ധിക്കാം. ഈ രണ്ട് കോളംസ് കാണുന്നില്ലേ, കോളം 1 കോളം 2, അത് നമ്മളിവിടേക്ക് എഴുതാം. ലൈക്ക് 1 -1 0 ഫസ്റ്റ് കോളം ഞാൻ എഴുതി, 4 2 2 സെക്കൻഡ് കോളം എഴുതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് റോസ് നമ്മൾ താഴേക്ക് എഴുതാം. ഫസ്റ്റ് റോ ആരൊക്കെ എഴുതുന്നത്? 1 4 0 1 4. രണ്ടാമത്തെ റോയിൽ -1 2 2 -1 2. ഓക്കെ, യെസ്. ഇനി ശ്രദ്ധിക്കാം, ഈ എലമെൻസിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇവരുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് ബാക്കി വരുന്ന ഇത്രയും ആളുകളെ വെച്ചിട്ടാണ് ഇനി അഡ്ജിയെ എഴുതേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓരോ ആളുകളെയും ഇതൊരു 2x2 മെട്രിക്സ് ആണ്, ഇത് ഒരു 2x2 മെട്രിക്സ് ആണ് അല്ലേ, ഇത് ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ 2x2 മെട്രിക്സ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂസ് എടുക്കുക. ലൈക്ക് ഈ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എങ്ങനെ എടുക്കുക? 2 × 2 4, ഇതും 2 × 2 4, 4 - 4 0. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു അടുത്ത ഡിറ്റർമിനൻറ്റിലേക്ക് കടക്കുന്നതോറും ഇതാ ഈ 2 - 1 2 0 എന്ത് കിട്ടും? 2 × 0 0 മൈനസ് 2 × -1 -2 0 -2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അത് നമ്മൾ കോളം വൈസ് ആയിട്ട് എഴുതാം കേട്ടോ. -1 × 2 -2 -0 × 2 0 ആണ്. സോ ദാറ്റ് വിൽ ബി -2. ഓക്കെ, മൂവിങ് ഓൺ ടു ദ സെക്കൻഡ്. 2 × 0 0 0 - 4 × 2 8 0 - 8 നമുക്ക് ഇത് കിട്ടും -8. അഗെയിൻ 2 × 1 1 2 × 1 2 2 - 0 2 0 × 4 0 -1 × 2 0 - 2 -2 4 × 2 8 8 - 0 again 8 0 × -1 0 -1 × 2 -2 1 × 2 2 2 - -4 2 - -4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയേക്കുന്ന സാധനം ഇറ്റ് ഈസ് നത്തിങ് ദാറ്റ് അഡ്ജ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ മൈനേഴ്സ് കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം, അതിന് ട്രാൻസ്പോസ് കിട്ടുമ്പോഴാണ് നമുക്ക് അഡ്ജ് കിട്ടുന്നത്. ഈ മെത്തേഡ് വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടി? അഡ്ജ് കിട്ടി. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഡിറ്റർമിനൻറ്റ് എ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ആയി അല്ലേ. അതിനെ ഇനി ഈ ഒരു മെട്രിക്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ശ്രദ്ധിക്കുക, ഞാൻ ഇതിലെ ഫസ്റ്റ് റോ എടുക്കാം 1 4 0. അതുപോലെ നമുക്ക് കിട്ടിയ അഡ്ജയുടെ ഫസ്റ്റ് കോളം എടുക്കാം. ഓക്കെ, ഈ കറസ്പോണ്ടിങ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് ഡിറ്റിയെ കിട്ടും. ശ്രദ്ധിക്കാം കേട്ടോ. ഡിറ്റിയെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 1 ഇവിടെ 0 1 × 0 0 പ്ലസ് ഇവിടെ 4 ഇവിടെ 2 4 × 2 8 പ്ലസ് 0 × -2 അഗെയിൻ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/dta നമുക്ക് 8 എന്ന് കിട്ടി. ആൻഡ് അഡ്ജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 0 - 8 8 2 2 -2 -2 -2 6. That's it.